ഉഭയസമ്മതപ്രകാരമുള്ള സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. സ്വവർഗരതി കുറ്റകരമാക്കുന്ന IPC 377 സുപ്രീംകോടതി ഭാഗികമായി റദ്ദാക്കി. ഏതൊരു പൌരനുമുള്ള അവകാശങ്ങൾ സ്വവർഗരതിക്കാർക്കും ഉണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിന്യായത്തിൽ വ്യക്തമാക്കി. എന്നാൽ ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമല്ലെങ്കിൽ IPC 377 പ്രകാരം കേസ് ചുമത്താമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സ്വന്തം സ്വത്തും ലഭിക്കാതെ മരണതുല്യമായ ജീവിതം നയിച്ച ഒരു വിഭാഗത്തിന് ജീവിതം തിരികെ നൽകുന്ന വിധിയാണ് ഭരണഘടനാ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ് IPC 377 എന്ന് ചൂണ്ടിക്കാട്ടിയ ഭരണഘടനാ ബെഞ്ച് ഏതൊരു പൗരനുമുള്ള അവകാശം LGBT വിഭാഗക്കാർക്കും ഉണ്ടെന്ന് പ്രസ്താവിച്ചു. ലൈംഗിക ചോദനകൾ ജീവശാസ്ത്രപരമാണ്, അത് നിയന്ത്രിക്കാനാകില്ല. ലൈംഗികത ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും വ്യക്തിക്ക് തെരഞ്ഞെടുപ്പുകൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വിധിയിൽ പ്രസ്താവിക്കുകയുണ്ടായി. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ഉപകരണമായി IPC 377 ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സാമൂഹിക സദാചാരത്തിന്റെ പേരിൽ ഭരണഘടനാ മര്യാദകൾ ലംഘിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇക്കാലമത്രയും സാമൂഹ്യഭ്രഷ്ട് കൽപ്പിച്ചതിന് സ്വവർഗാനുരാഗികളുടെ സമൂഹത്തോട് ചരിത്രം മാപ്പ് പറയണമെന്ന അനുബന്ധ വിധിന്യായത്തിലെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം ശ്രദ്ധേയമായി. അഞ്ചംഗ ബെഞ്ച് 4 വെവ്വേറെ വിധിന്യായങ്ങളാണ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ പ്രത്യേക വിധി പ്രസ്താവന തയ്യാറാക്കിയില്ല. വിധി കേൾക്കാനെത്തിയ LGBT പ്രവർത്തകർ വിധി വന്നതോടെ ആഘോഷത്തിലായി. സാമൂഹ്യ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിച്ചില്ലെന്നായിരുന്നു വിധിക്ക് ശേഷമുള്ള അവരുടെ പ്രതികരണം. ये लड़ाई जैसे मैंने कहा ये बहुत लंबी लड़ाई है और ये लड़ाई अभी चल रही है. अभी सिर्फ पहला पड़ाव जीता है. इसके बाद राइट टू मैरी, राइट टू अडॉप्ट चिल्ड्रन, सोशल एक्सेप्टेंस, रिलीजियस एक्सेप्टेंस, ये सब अभी बहुत लंबा रास्ता है जो अभी करना है और हम लड़ते रहेंगे. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന 377 വകുപ്പിനെതിരായ പോരാട്ടത്തിലാണ് പരമോന്നത നീതിപീഠം അന്തിമ വിധി പ്രസ്താവിച്ചത്. സ്വവർഗാനുരാഗം കുറ്റകരമാക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ബ്രിട്ടീഷുകാരുടെ നിയമസംഹിതയിൽ നിന്ന് പുറത്തുപോയി 50 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീംകോടതിയുടെ ചരിത്രപരമായ വിധി. സുപ്രീംകോടതി വിധിയോടെ സ്വവർഗ വിവാഹം, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും നിയമനിർമ്മാണം വേണ്ടിവരും. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. IPC 377 ഭാഗികമായി റദ്ദാക്കിയതോടെ 157 വർഷമായി ഒരു സമൂഹത്തിന്റെ ലൈംഗിക അവകാശത്തെ ക്രിമിനൽ കുറ്റമായി പരിഗണിച്ചിരുന്ന വ്യവസ്ഥയ്ക്കാണ് സുപ്രീംകോടതി അവസാനം കുറിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിന്റെ വിധിയാണ് ഇന്ന് വന്നത്. ബഗ്ഗറി ആക്ട് 1533 മാതൃകയാക്കി 1861 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് സ്വവർഗ ലൈംഗികത കുറ്റകൃത്യമാകുന്നത്. സെക്ഷൻ 377 ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിലെല്ലാം സാമൂഹ്യ പ്രവർത്തകർ ഈ നിയമത്തെ എതിർത്തിരുന്നു. 2001 പ്രായപൂർത്തിയായവർക്കിടയിൽ ഉഭയസമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗികത സംബന്ധിച്ച് നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് നാസ് ഫൌണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുന്നു. 2 വർഷം നീണ്ട വാദത്തിനൊടുവിൽ നാസ് ഫൌണ്ടേഷന്റെ ഹർജി തള്ളി ദില്ലി ഹൈക്കോടതി നിലപാടെടുത്തു. ഇതിനെതിരെ 2006 നാസ് ഫൌണ്ടേഷൻ അപ്പീൽ പോയി. 2006 കേസ് വീണ്ടും വാദം കേൾക്കാൻ സുപ്രീംകോടതി ദില്ലി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുന്നു. 2008 സെപ്റ്റംബർ 18 സ്വവർഗരതി സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ നിലപാട് ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സ്വീകരിച്ചതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഒരു സമീപനം കൈക്കൊള്ളുന്നതിന് കോടതിയിൽ കേന്ദ്രം കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു. എന്നാൽ ഹൈക്കോടതി ഗവൺമെന്റിന്റെ അപേക്ഷ നിരസിച്ച് കേസിൽ അന്തിമവാദം കേൾക്കാൻ ആരംഭിക്കുന്നു. 2008 ഒക്ടോബർ 15 മതഗ്രന്ഥങ്ങളെ മാത്രം ആശ്രയിച്ച് സ്വവർഗരതി നിരോധനത്തെ ഗവൺമെന്റ് ന്യായീകരിക്കുന്നതിനെ ഹൈക്കോടതി വിമർശിക്കുന്നു. ശാസ്ത്രീയമായ റിപ്പോർട്ടുകളും ആവശ്യപ്പെടുന്നു. 2009 ജൂലൈ 2 ഹർജികളിൽ വാദം കേട്ട ഹൈക്കോടതി പ്രായപൂർത്തിയായവരുടെ ഉഭയസമ്മതപ്രകാരമുള്ള സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലാതാക്കുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയ കോടതി വിധിയായി വിലയിരുത്തപ്പെട്ടു. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയിൽ മാറ്റം വരുത്താൻ കോടതിക്ക് എന്തധികാരമെന്നായിരുന്നു പിന്നീട് ഉയർന്ന ചോദ്യം. ഇതിനെ ചുറ്റിയുള്ള വാദം 3 വർഷത്തോളം നീണ്ടു. 2015 നിയമം മാറ്റിയെഴുതാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമായതിനാൽ കേസിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെടുന്നു. സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകിയ അന്നത്തെ ആഭ്യന്തരമന്ത്രി കിരൺ റിജിജു സർക്കാർ വിഷയത്തിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുമെന്നും പറയുന്നു. 2016 സ്വവർഗ ലൈംഗികത കുറ്റകരമെന്ന നിയമത്തിനെതിരെ വീണ്ടും 5 പേർ സുപ്രീംകോടതിയെ സമീപിക്കുന്നു. എസ് ജോഹർ, മാധ്യമപ്രവർത്തകൻ സുനിൽ മെഹ്റ, ദിദു ദാൽമിയ, അമൽനാഥ്, ആയിഷ കപൂർ എന്നിവർ പരാതിയുമായി സുപ്രീംകോടതിയിലെത്തി. LGBTQ സമൂഹത്തിന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തിനും ലിംഗസമത്വത്തിനും അഭിമാനത്തിനും വേണ്ടി ഈ നിയമം പിൻവലിക്കണമെന്ന് സുപ്രീംകോടതിയിൽ അവർ ആവശ്യപ്പെട്ടു.
2018 സെപ്റ്റംബർ 6 സെക്ഷൻ 377 റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതിയുടെ ചരിത്രവിധി. ഇതോടെ കൊളോണിയൽ ഭരണം അടിച്ചേൽപ്പിച്ച 157 വർഷം നീണ്ടുനിന്ന കിരാത വകുപ്പിന് പതിറ്റാണ്ടുകളുടെ നിയമപോരാട്ടത്തിലൂടെ അന്ത്യം കുറിക്കുന്നു. ന്യൂസ് ഡെസ്ക്. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കെ ശൈലജ. ക്രിമിനൽ കുറ്റമെന്നത് മാറിയത് ജനാധിപത്യപരമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് നിലനിന്നിരുന്ന ഒരു പഴയ വകുപ്പിൻ്റെ പരിഷ്കാരം എന്ന് വേണമെങ്കിൽ ഈ വിധിയെക്കുറിച്ച് പറയാം. അപ്പോൾ നേരത്തെ ഇത് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ലൈംഗികാകർഷണവും അതുപോലെ തന്നെ പ്രണയവും എല്ലാം തന്നെ ഒരു വ്യക്തി തീരുമാനിക്കേണ്ടതാണ്. അത് ആരാണ്, പരസ്പരം ആരാണെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇത് ശരിക്കും ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിയമ നിർമ്മാണത്തിൻ്റെ കൂടി ഭാഗമാണ് കോടതി വിധി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. സ്വവർഗരതി സംബന്ധിച്ച സുപ്രീംകോടതി വിധി ഒരു ജനതയോട് ചെയ്ത അനീതിയുടെ പരിഹാരമെന്ന് സെന്റർ ഫോർ ഫിലിം ജെൻഡർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ചെയർപേഴ്സൺ ഡോക്ടർ ആരിഫ കെ.സി. സ്വാതന്ത്ര്യവും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നാം ഇനിയും മുന്നോട്ടു പോകണമെന്നും അവർ പറഞ്ഞു. ഇത്രയും കാലത്തെ ഈ ഒരു ജനതയോട് ചെയ്ത അനീതിക്ക് ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിഹാര പ്രവർത്തനങ്ങളുടെ തുടക്കമോ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു ജീവിത സാഹചര്യം ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു. എങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആവേഗം കൂട്ടാൻ ഈ ഒരു വിധി സഹായകമായിരിക്കും. കേരളത്തിലെ പ്രളയ ദുരിതബാധിതർക്കായി UAE-യിലെ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ശേഖരിച്ച കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും വസ്ത്രങ്ങളും ഇന്ത്യൻ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ദുബായിൽ കെട്ടിക്കിടക്കുന്നു. ഈ അവശ്യ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് മാനേജർ മുഹമ്മദ് അബ്ദുള്ള അൽഹാജ് അൽ സറൂണി പറഞ്ഞു. കൈരളി പീപ്പിൾ ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ദുബായിൽ നിന്നും ടി ജമാലുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ദുരിതബാധിതർക്കായി വലിയ തോതിലുള്ള വിഭവസമാഹരണമാണ് ദുബായിലെ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് നടത്തിയത്. ധനസഹായത്തിന് പുറമെ മരുന്നുകൾ, വസ്ത്രങ്ങൾ, പുതപ്പുകൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങൾ സമാഹരിച്ചു. UAE-യിലെ പ്രവാസികളും അറബ് സ്വദേശികളുമൊക്കെ ഈ ദൗത്യത്തിൽ പങ്കാളികളായി. ഇങ്ങനെ ശേഖരിച്ച 25 ടൺ സാധനങ്ങളാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ ദുബായ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. ദുരിതബാധിതർക്ക് ഈ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് കേരളത്തിലേക്ക് അയക്കാത്തതെന്നും അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ദുബായ് മാനേജർ മുഹമ്മദ് അബ്ദുള്ള അൽഹാജ് അൽ സറൂണി കൈരളി പീപ്പിൾ വാർത്തയോട് പറഞ്ഞു. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന കേരളീയർക്കായി വലിയ സഹായമാണ് UAE-യിലെ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് നൽകുന്നത്. 25 ടണ്ണിലേറെ അവശ്യ വസ്തുക്കളാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ശേഖരിച്ചത്. എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദുബായ് ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് അബ്ദുള്ള അൽഹാജ് അൽ സറൂണിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് കൂടെയുള്ളത്. We collect many things. We collect the food, medicine, tent, and have our warehouse here. And we have something more than 25 tons. The food, everything in our warehouse is ready to go there. And our team is ready to go there. But the orders come, just wait. We need permission from Indian government. And this has not been refused. No, I don't refuse it, but he just want to know. And this is the right, really, to know what happened after that. And our system of relief, how it's working, we're always looking before the disaster. ഇന്ത്യൻ സർക്കാരിന്റെയും ഇന്ത്യയിലെ UAE എംബസിയുടെയും അനുമതി ലഭിച്ചാലുടൻ റെഡ് ക്രസന്റിന്റെ സഹായം കേരളത്തിലേക്ക് എത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ടി ജമാലുദ്ദീൻ, ദുബായ്. വിദേശ സഹായം വാങ്ങണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. വിദേശ സഹായം വാങ്ങാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിദേശ സഹായം വാങ്ങണമോ എന്നത് കേന്ദ്ര സർക്കാരിന്റെ നയപരമായ വിഷയമാണ്. ദേശീയ ദുരന്ത മാനേജ്മെന്റ് പ്ലാനിലും വിദേശ സഹായം നയപരമായ വിഷയമാണെന്ന് പറയുന്നതായും സുപ്രീംകോടതി പറഞ്ഞു. ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം വാങ്ങണമെന്നോ വാങ്ങേണ്ടെന്നോ ഉത്തരവിടാൻ ആകില്ലെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാർക്ക് കേന്ദ്ര സർക്കാരിന് നിവേദനം അനുമതിയും നൽകി. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചിന്റേതാണ് വിധി. 2016-ൽ എല്ലാ പ്രതികളെയും വിട്ടയക്കാൻ തീരുമാനിച്ച തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം.
രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ദയാഹർജി തമിഴ്നാട് ഗവർണർ പരിഗണിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. പ്രതികളെ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സർക്കാരിന് ഗവർണറെ സമീപിക്കാമെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് പറഞ്ഞു. ഇതോടെ 27 വർഷമായി ജയിലിൽ കഴിയുന്ന മുരുകൻ, പേരറിവാളൻ, ശാന്തൻ, നളിനി, റോബർട്ട് പയസ്, ജയകുമാർ, രവിചന്ദ്രൻ എന്നീ 7 പ്രതികളുടെ ജയിൽ മോചനത്തിനാണ് വഴിയൊരുങ്ങുന്നത്. പ്രതികളുടെ വധശിക്ഷ സുപ്രീം കോടതി നേരത്തെ ജീവപര്യന്തമായി കുറച്ചിരുന്നു. പിന്നീട് 2016 ജയലളിത സർക്കാർ എല്ലാ പ്രതികളെയും വിട്ടയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭരണഘടനയുടെ 161 അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഉപയോഗിച്ചായിരുന്നു പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനം. എന്നാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രവേശനാനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ അന്തിമവാദം നാളെ. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ ഹർജിയിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. ഹൈക്കോടതി വിധി സുപ്രീം കോടതി ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു. അൽ അസർ തൊടുപുഴ, DM വയനാട്, PK ദാസ് പാലക്കാട്, SR മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പ്രവേശനത്തിനായിരുന്നു സ്റ്റേ. 5 മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റിൽ മഹാരാഷ്ട്ര പോലീസിന് സുപ്രീം കോടതി വിമർശനം. കേസ് അന്വേഷിക്കുന്ന പൂന അസിസ്റ്റന്റ് കമ്മീഷണർ പരംബീർ സിംഗിന്റെ വാർത്താ സമ്മേളനത്തിൽ സുപ്രീം കോടതിക്കെതിരെ തെറ്റായ സൂചനകൾ നൽകിയെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പോലീസിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. മഹാരാഷ്ട്ര പോലീസിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സംഭവത്തിൽ കോടതിയോട് മാപ്പു പറഞ്ഞു. അറസ്റ്റിലായ 5 മനുഷ്യാവകാശ പ്രവർത്തകരുടെ വീട്ടുതടങ്കൽ സെപ്റ്റംബർ 12 വരെ തുടരും. കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ BJPയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവസാനിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനായി മോഹൻലാലിനെ സമീപിച്ചിട്ടില്ല. മോഹൻലാലും അത്തരമൊരാഗ്രഹവുമായി പാർട്ടിയെയും സമീപിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷകരമാണെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പൊ ഈ ഫ്ലഡായി പോയില്ലേ, ഫ്ലഡ് കഴിയട്ടെ, പ്രസിഡന്റ് അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അവർ നിശ്ചയിക്കട്ടെ. ധാരാളം ആളുകൾ BJPക്ക് വേണ്ടി തുടിക്കുന്ന മനസ്സുകൾ ധാരാളമുണ്ട് പല പാർട്ടികളിലും. അതിനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കണം. അത് അദ്ദേഹം സ്വപ്നമുണ്ടെന്ന് അതേ സംബന്ധിച്ചല്ലോ. സ്വപ്നം കാണാൻ BJPക്ക് സാധിച്ചില്ലേ? അത് ആരുടെ ദൗർബല്യമാണെന്ന് അവർ ചിന്തിക്കട്ടെ. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അദ്ദേഹം ഞങ്ങളെ സമീപിച്ചിട്ടില്ല, ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരും അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം BJPയിലേക്ക് വന്നാൽ BJPക്കാർക്ക് മുഴുവൻ സന്തോഷമായിരിക്കും. കേരളം അഭിമുഖീകരിച്ച പ്രളയം രേഖപ്പെടുത്തുന്നതിനായി സർക്കാർ നടപടികൾ ആരംഭിക്കുന്നു. വെള്ളം പൊങ്ങിയ ഉയരവും തീയതിയും അടയാളപ്പെടുത്തുന്ന സ്ഥിര ഫലകങ്ങൾ സ്ഥാപിക്കുവാനാണ് തീരുമാനം. ഭാവിയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. പ്രളയബാധിത മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ, വൈദ്യുതി പോസ്റ്റുകൾ, ആശുപത്രികൾ, ലൈബ്രറികൾ, വിദ്യാലയങ്ങൾ തുടങ്ങി പൊതുയിടങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയ പരമാവധി ഉയരവും തീയതിയും രേഖപ്പെടുത്തും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയ സഹായത്തിൽ തൃപ്തനല്ലെന്ന് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കെമാൽ പാഷ. കേന്ദ്രം രാഷ്ട്രീയം കാണരുതെന്നും എല്ലാം നേരിട്ട് കണ്ട് മടങ്ങിയ പ്രധാനമന്ത്രി കൂടുതൽ സഹായം നൽകാത്തതെന്തെന്നും അദ്ദേഹം പ്രതികരിച്ചു. എനിക്ക് ഒട്ടും തൃപ്തിയില്ല ഇപ്പോൾ ഇതുവരെയുള്ള ഇടപാട്. കാരണം ഇവിടെ വന്നാൽ നിങ്ങളൊന്നും ആയിക്കോളൂ, അവിടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടിട്ട് പോയതാണ്. കണ്ടിട്ട് പോയിട്ട് ഇവിടെ 500 കോടി, നേരത്തെ എത്ര 200 കോടി, 600 കോടി ആദ്യം, പിന്നെ ഒരു 500 കോടി. അത് നമുക്ക് എന്ത് ചെയ്യാനാണെന്ന് നോക്കിക്കോളൂ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുക്കാനുള്ള പണമുണ്ടോ? അത് നഷ്ടങ്ങൾ പോയിട്ട് അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണല്ലോ നഷ്ടമൊക്കെ ഉണ്ടാകുന്നത്. അത്രത്തോളം ചിന്താമഗ്നനായിട്ടിരിക്കുന്നതിൻ്റെ പടമൊക്കെ ഞാൻ കണ്ടു. പക്ഷേ വന്നപ്പോൾ വളരെ നിരാശാജനകമായിരുന്നു ആ പ്രതികരണം. ഈ 500 കോടി എന്നുള്ളത് ഒരു 5000 കോടി എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ ഒരു ഇത്തിരി ഭേദപ്പെട്ട ഒരു തുകയായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇന്റർണൽ റിലീഫ്. മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ അവലംബിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
പ്ലാസ്റ്റിക്കുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും പ്ലാസ്റ്റിക് ഷ്രൈഡറിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും സംസ്ഥാനത്ത് ഇതുവരെ 94 ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും 62 യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിക്കുകയും ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ പറഞ്ഞു. ബാക്കി വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ യന്ത്രങ്ങൾ സ്ഥാപിക്കുവാൻ ഉടൻ നടപടികൾ ആരംഭിക്കും. പ്രളയം ബാധിച്ച 129 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ 4505 ടൺ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സംഭരിച്ചിട്ടുണ്ട്. കൂടാതെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. പുനരധിവാസ പ്രവർത്തനങ്ങൾ നാടിന് ഉപകാരപ്രദമായി ഏറ്റെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ നടപ്പു സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കുവാനും മാലിന്യ സംസ്കരണത്തിനും മറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കയ്യും മെയ്യും മറന്ന രംഗത്തുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വകുപ്പ് നടത്തിയ ഏകോപനത്തിലും നേതൃത്വപരമായി വഹിച്ച പങ്കിലും പൂർണ്ണ സംതൃപ്തനാണെന്നും കാർഷിക മേഖലയിലെ തകർച്ചയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഉൽപാദന മേഖലയിലെ ഫണ്ട് ഉപയോഗിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെലങ്കാന നിയമസഭ പിരിച്ചുവിട്ടു. നിർണായക മന്ത്രിസഭാ യോഗമാണ് നിയമസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. 8 മാസം കാലാവധിയുള്ള നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. നിയമസഭ പിരിച്ചുവിടുന്നതോടെ ഡിസംബറിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, ഇത്തരത്തിൽ നിയമസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് മന്ത്രിസഭ കൈക്കൊണ്ടത്? ഒപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ നേരിടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? പ്രിയ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കേണ്ട തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനാണ് നിയമസഭ പിരിച്ചുവിട്ടത്. കഴിഞ്ഞ 2-ാം തീയതി TRSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഗതി നിവേദന സഭ 25 ലക്ഷത്തോളം വരുന്ന TRS പ്രവർത്തകരെ അണിചേർത്തുകൊണ്ട് സംഘടിപ്പിച്ച പ്രഗതി നിവേദന സഭയിൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു വാർത്തകളെല്ലാം തന്നെ വന്നത്. എന്നാൽ നിയമസഭ ഇന്നായിരുന്നു അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായത്. നിയമസഭ പിരിച്ചുവിടുന്നുവെന്ന് ഒരു ഒറ്റവരി പ്രമേയം ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം പാസാക്കി. അതിനുശേഷം മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് തീരുമാനം അറിയിച്ചു. അതിനെ തുടർന്ന് ഗവർണർ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ വേണ്ടി, കാവൽ സർക്കാരായി തുടരാൻ വേണ്ടി ഗവർണർ ചന്ദ്രശേഖര റാവുവിന് നിർദ്ദേശം നൽകി. 2014 നിന്ന് സംസ്ഥാനം ഏറെ മുന്നോട്ട് പോയെന്നും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് ഗവർണറെ കണ്ട ശേഷം ഇപ്പോൾ ചന്ദ്രശേഖര റാവു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഗതി നിവേദന സഭയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദില്ലിയുടെ അടിമകളാകാൻ തെലങ്കാന തയ്യാറല്ല എന്നായിരുന്നു. അത് കൃത്യമായ ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. കോൺഗ്രസുമായോ BJPയുമായോ ബന്ധമുണ്ടാകില്ല എന്ന സൂചനയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ആ രീതിയിൽ ഒരു ബന്ധമുണ്ടാകില്ല എന്നൊരു സൂചന കൂടിയാണ് നൽകുന്നത്. ഒരാഴ്ചക്കിടയിൽ 2 മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നത് TRSന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രധാനപ്പെട്ട വേദി കൂടിയായി ഈ മന്ത്രിസഭാ യോഗങ്ങൾ മാറി. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു. അതുവഴി ജനങ്ങളെ ഒരിക്കൽ കൂടി TRSലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. ഇന്ന് പുതിയ ഒരു തെരഞ്ഞെടുപ്പിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു പ്രമേയം കൂടി പാസാക്കിയിരിക്കുന്നു. ഈ 2 മന്ത്രിസഭാ യോഗങ്ങൾ ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി TRS ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിനിടയിലെ അനൈക്യം മുതലെടുക്കാം എന്ന് കരുതി തന്നെയാണ്. കാരണം നിലവിൽ പ്രതിപക്ഷത്തിന് യോജിപ്പില്ല എന്നുള്ളത് കൃത്യമായി തെലങ്കാനയിലെ നിലവിലെ സീറ്റ് നില വ്യക്തമായി നോക്കിയാൽ മനസ്സിലാകാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് ഒക്ടോബർ അവസാനത്തോടുകൂടി അന്തിമമായ ഒരു തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തു വരികയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു അന്തിമ വിജ്ഞാപനം വരുമെന്നുമാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് TRS. ഏതായാലും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനൊപ്പമായിരിക്കും TRS തെലങ്കാനയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുക. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനങ്ങൾ തിരിച്ചടിയാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് TRS. അതേസമയത്ത് കോൺഗ്രസും BJPയും മറ്റു പാർട്ടികളുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് TDPയുമായുള്ള സഖ്യ ചർച്ചകൾ നടത്തിയെന്ന സൂചനയും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. പ്രിയ, തെലങ്കാന നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു. നിർണായക മന്ത്രിസഭാ യോഗമാണ് നിയമസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഇന്ന് കൈക്കൊണ്ടത്. കലോത്സവത്തിൽ പങ്കെടുക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ച് ഉത്തരവ് സമ്പാദിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉപലോകായുക്തയുടെ ഉത്തരവ്. 2017 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് അനർഹർ കൈപ്പറ്റരുതെന്ന് മന്ത്രി കെ.ടി. ജലീൽ. അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരിച്ചുപിടിക്കും. വ്യാജരേഖ സമർപ്പിച്ച് ആനുകൂല്യം കൈപ്പറ്റിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. കാരണവശാലും അനർഹർ, ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾക്ക് ഇതിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ തൻ്റെ വീട് പൂർവ്വസ്ഥിതിയിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം അത് സർക്കാരിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ അഭിപ്രായം. അനർഹരായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും കള്ളരേഖകൾ ഉണ്ടാക്കി ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ഉണ്ടാവാൻ പാടില്ല. അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് അവർക്ക് നൽകിയത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അർഹരുടെ കൈകളിലെ ദുരിതാശ്വാസ നിധിയുടെ വിഹിതം എത്തുകയുള്ളൂ. അത് ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഒരിക്കലുമില്ല. അതൊരു നമ്മൾ കരുതേണ്ടതാണ്. അല്ല, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പോൾ ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കത്തക്ക രൂപത്തിലാണ് ആ തൃക്കലങ്കോട് പഞ്ചായത്തിലെ AE ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെയും താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഓവർസിയറെയും സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്.